വ്യക്തമാണ്. അവിടെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നു. ഒപ്പം ഈ ഏജന്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഒപ്പം അവയവമാറ്റവുമായി ബന്ധപ്പെട്ട ആക്ഷേപം, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറായിട്ടുണ്ടോ? സജിത്ത്, നമ്മൾ ഇതുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് HR മാനേജറെയാണ്. അദ്ദേഹമാണ് ഈ പറഞ്ഞ ഈ സ്ത്രീയുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തെ പറ്റി പറഞ്ഞത്. അതേസമയം അതിനെ മറ്റു അധികാരികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോളാം, അല്ലെങ്കിൽ ആ തിരക്ക് കഴിഞ്ഞ ശേഷമേ ഇക്കാര്യത്തിൽ സംസാരിക്കാനാകൂ എന്നുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണം അക്കാര്യത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ, കൂടുതൽ ക്ലാരിറ്റി അക്കാര്യത്തിൽ ഉണ്ടാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മളോട് ഇന്നലെ ഈ സ്ത്രീ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതും അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്ന 10-13 വർഷം അവിടുത്തെ സ്റ്റാഫായിരുന്ന ഒരു സ്ത്രീ നേരിട്ട് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് നിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി നേരിടുന്ന ഒരു സാഹചര്യം കൂടി ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായേക്കാം എന്നാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവർ ഈ ഒരു പരാതിയുമായി പോലീസിനടുത്തെത്തുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ല, അത് പറഞ്ഞു പറ്റിച്ചു എന്ന് ഏജന്റിനെതിരെ ഉള്ള പരാതിയുമായിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഏജന്റിനെതിരെയുള്ള പരാതി തനിക്ക് പണം തരാമെന്ന് പറഞ്ഞു പറ്റിച്ച് ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യം സ്ത്രീയായ അവർക്ക് നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് ഈ അവയവ കടത്ത് കേസും അല്ലെങ്കിൽ അവയവ മാറ്റ കേസും ഈ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പക്ഷേ അതുമായി വേണമെങ്കിൽ പോലീസിന് അങ്ങനെ പറഞ്ഞൊഴിയാം, ഇതിൽ ഞങ്ങൾക്ക് തെളിവില്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല, ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് വേണമെങ്കിൽ പോലീസിന് അക്കാര്യത്തിൽ പറഞ്ഞിരിക്കുക. പക്ഷെ ഒരു സ്ത്രീ തന്നെ റേപ്പ് ചെയ്തു, അത് പ്രത്യേകിച്ചും ഉണ്ടാക്കിയ സാഹചര്യം ഇതാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാതെ എത്രയോ കാലം വൈകിച്ചു എന്നുള്ളത് അക്ഷന്തവ്യമായ തെറ്റു തന്നെയാണ് എന്ന് വേണം വിലയിരുത്താൻ. അതിനുശേഷമാണ് അവർ ഡെപ്യൂട്ടി കമ്മീഷണറെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ഈ കേസിൽ നടപടി ഉണ്ടാകുന്നത് തന്നെ. അതാണ് സാഹചര്യം. എന്തായാലും ഹോസ്പിറ്റൽ ലേക്ക് ഷോർ ആശുപത്രി മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണമാണ് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത്. ലേക്ക് ഷോറിനെതിരെയാണ് വലിയൊരു ആക്ഷേപം അവിടുത്തെ മുൻ ജീവനക്കാരിയായ ഒരു യുവതി ഉന്നയിച്ചത്. അതിൽ ലേക്ക് ഷോർ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം അങ്ങനെയാണ്. ലേബർ കോടതിയിൽ പരിഗണനയിലുള്ള വിഷയമാണ്, അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല. ഒപ്പം ഈ ഏജന്റ് സംബന്ധിച്ച ആരോപണത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന കാര്യവും ലേക്ക് ഷോർ